കള്ളം പറയുന്നത് വലിയ പാപം തന്നെയാണ്. കള്ളം പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കള്ളം പറയുന്നത് പാപമല്ലെന്ന് മാത്രമല്ല, പുണ്യമാണെന്ന് പോലും ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ലോകത്തെ മുഴുവൻ രക്ഷിക്കാമെന്നിരുന്നാലും കളവ് പറയരുത്. തനിക്കാകട്ടെ അന്യർക്കാകട്ടെ എന്തു വലിയ നന്മകൾ ഉണ്ടാകുമെന്നിരുന്നാലും കളവ് പറയരുത്. വിനോദത്തിനും പരിഹാസത്തിനു പോലും പറയുന്ന കളവുകൾ പാപമാണെന്ന് തിരിച്ചറിയുക. ചെറിയ കാര്യങ്ങളിൽ കള്ളം പറയാമെന്ന് ചിലർ വിചാരിക്കുന്നു. അത് ശാപദോഷമല്ലെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നവർ വലിയ കള്ളങ്ങൾ പറയുവാൻ മടിയില്ലാത്തവരായി മാറും. കള്ളം പറയുന്നവർ അന്യരെ വഞ്ചിക്കുന്നു. കള്ളങ്ങൾ പലപ്പോഴും കലഹം, മാനഹാനി, സമ്പത്ത് നഷ്ടം മുതലായവയ്ക്ക് കാരണമാകുന്നു. കള്ളം പറയുന്നവർ തങ്ങൾക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. കളവ് പറയുന്നവർ കുറെ കഴിയുമ്പോൾ നീചരും നിന്ദരുമായി മാറുന്നു. തൊഴിലിൽ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. കളവ് കൊണ്ട് ആദ്യമാദ്യം അല്പം കൂടുതൽ ആദായം ഉണ്ടാകാമെന്നിരുന്നാലും കാലാന്തരത്തിലും സ്ഥിരമായും തൊഴിലിൽ പരിപൂർണ നാശത്തിൽ എത്തിച്ചേരും. കള്ളം പറയുന്നത് വലിയ പാപം തന്നെയാണ്. കള്ളം പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കള്ളം പറയുന്നത് പാപമല്ലെന്ന് മാത്രമല്ല, പുണ്യമാണെന്ന് പോലും ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ലോകത്തെ മുഴുവൻ രക്ഷിക്കാമെന്നിരുന്നാലും കളവ് പറയരുത്. തനിക്കാകട്ടെ അന്യർക്കാകട്ടെ എന്തു വലിയ നന്മകൾ ഉണ്ടാകുമെന്നിരുന്നാലും കളവ് പറയരുത്. വിനോദത്തിനും പരിഹാസത്തിനു പോലും പറയുന്ന കളവുകൾ പാപമാണെന്ന് തിരിച്ചറിയുക. ചെറിയ കാര്യങ്ങളിൽ കള്ളം പറയാമെന്ന് ചിലർ വിചാരിക്കുന്നു. അത് ശാപദോഷമല്ലെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നവർ വലിയ കള്ളങ്ങൾ പറയുവാൻ മടിയില്ലാത്തവരായി മാറും. കള്ളം പറയുന്നവർ അന്യരെ വഞ്ചിക്കുന്നു. കള്ളങ്ങൾ പലപ്പോഴും കലഹം, മാനഹാനി, സമ്പത്ത് നഷ്ടം മുതലായവയ്ക്ക് കാരണമാകുന്നു. കള്ളം പറയുന്നവർ തങ്ങൾക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. കളവ് പറയുന്നവർ കുറെ കഴിയുമ്പോൾ നീചരും നിന്ദരുമായി മാറുന്നു. തൊഴിലിൽ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. കളവ് കൊണ്ട് ആദ്യമാദ്യം അല്പം കൂടുതൽ ആദായം ഉണ്ടാകാമെന്നിരുന്നാലും കാലാന്തരത്തിലും സ്ഥിരമായും തൊഴിലിൽ പരിപൂർണ നാശത്തിൽ എത്തിച്ചേരും.